വെൽക്കം ബാക്ക്. ഇന്ന് ഇപ്പോൾ സൺഡേ ആയിട്ട് ലീവ്. അങ്ങനെ അതൊരു പഴയ അമ്പലത്താണ്. അമ്പലം പറഞ്ഞെങ്കിൽ കുറേ ഇങ്ങനെ കുറേ ടൈം അവിടെ ദിവസത്തിൽ ഒരു ടൈം മാത്രമേ പൂജയുള്ളൂ. അങ്ങനത്തെ ഒരു അമ്പലത്താണ് നടക്കുന്നത്, കുറേ കാടിൻ്റെ നടുവിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് കാട്, ഇങ്ങനത്തെ എല്ലാ റോഡും ഇവിടെ ഫുള്ള് ഈ കോളനിയെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഇല്ലാന്ന് പോകുന്നില്ലത്. നമുക്ക് അവിടെ പോയിട്ട് കാണാം. ടയറൊക്കെ നല്ലോണം ചാർക്കുണ്ട്. വെസ്റ്റാറിൽ എന്തായാലും പോയേ പറ്റും. ഇങ്ങനത്തെ റോഡ് ടയർ നല്ലോണം ചാർന്നു. അറിയാലോ സ്കൂട്ടിയുടെ ടയർ ഇങ്ങനത്തെ റോഡിൽ എത്ര മിക്കവാറും വണ്ടിക്ക് പണി വരാൻ ചാൻസ് ഉണ്ട്. ഇതിനായിട്ട് മുമ്പ് വന്ന റോഡ് ഭയങ്കര ഇതായി. ഒട്രാസി പോകാനല്ലേ പറ്റും. മാത്രം നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി നോക്കണോ അങ്ങനെ ലൈറ്റ് പറയുന്നുണ്ടല്ലോ. നമുക്കങ്ങനെ നേരെ പോകാനൊന്നും പറ്റൂല. അതാണ് പ്രശ്നം. ലെഫ്റ്റിൽ വലിയൊരു കുഴിയാണ്, റൈറ്റിൽ വരെ നടുവിൽ റോഡ്. ഫുള്ള് കാടിടാം. കാട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാട് എന്താക്കാനൊന്നും പറ്റില്ല നമുക്ക്. ഒന്നുമില്ല, മാത്രം ഇവിടെ ആന, കാട്ടി ഇങ്ങനത്തെല്ലാം ഇങ്ങനെ സ്ഥലമാണ്. മറ്റേ നമ്മളെ കറൻറ്റിൻ്റെ വേലിയെല്ലാം ഇട്ടിട്ടുണ്ട് സൈഡിൽ. അതിലൊക്കെ കറൻറ്റ് കണക്ഷനിലുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഉണ്ടെങ്കിൽ പോയത് കീഴാട്ടോ റോഡുകളുണ്ടല്ലോ. ഇങ്ങനത്തെ നല്ല ഈ എക്സ്പൾസിന് അങ്ങനത്തെ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു അഡ്വഞ്ചറാണ്. ഇതിലല്ലേ പോകുന്നത് എല്ലാം നല്ലൊരു മജ തരുന്ന വിഷയമായിട്ടുണ്ട് എക്സ്പ്ലോറാക്കാൻ. അമ്പലം അങ്ങനെ അമ്പലം ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. മുമ്പ് 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഒക്കെ നല്ല ഉണ്ടായി. എന്തെങ്കിലും കാട് നടുവിലേക്ക്. പിന്നെ അടുത്തൊരു പ്രത്യേകത ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയിട്ട് ചാർന്നത് നല്ലോണം ചാർത്തിട്ട് ടയർ പറ്റില്ല. ഫുള്ള് ബ്രേക്ക് പിടിക്കാനും പറ്റില്ല, ബ്രേക്ക് പിടിക്കാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പിടിക്കുക, വിടുക, ഓഫ് പിടിക്കുക, ഇങ്ങനെയെല്ലാം ആക്കിയിട്ടാണ് പോകുന്നില്ലത്. എന്തായാലും ചാനലൊന്ന് സബ് ചെയ്യുക അടുത്ത വീഡിയോത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, സബ് ചെയ്ത് വെച്ചോളൂ വയസ്സ്. നിങ്ങളൊരു സബ് വയസ്സിൽ നല്ലൊരു മോട്ടിവേഷനായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ 638 സബുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് വണ്ടി അടിക്കുന്ന പോലെ ആക്കിയതാണ്. നല്ലൊരു വണ്ടി കാണുന്നുണ്ട്, പാടട്ടെല്ലാം തോന്നുന്നു. അങ്ങനെ റോഡൊക്കെ മറന്നിട്ട് വരും. വലിയൊരു കുഴിയാണ് ഉണ്ടായത്. വീണാൽ വണ്ടിയിലെ അടിയോളം ഉണ്ടായിരുന്നു. ഫുള്ള് കൊണ്ടിട്ട് കൊണ്ടിപ്പോയത്. ഫൈനലി
ഞാൻ ഈ വീഡിയോയിൽ പറയും, അതായത് പറയുന്നുണ്ട്, അതായത് ഒരു വയസ്സാളാണ് എനിക്ക്, ഏജ് അയാളാണ് എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നതെന്ന്. പക്ഷേ അവരെ ഞാൻ കാണിക്കുന്നൊന്നുമില്ല ഇതിൽ. അതായത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. പറഞ്ഞാൽ അവർ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഇപ്പോൾ നിൽക്കലില്ല പറഞ്ഞ്. എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് മുമ്പ് ഒരുത്തർ കണ്ടൻറ്റ് ക്രിയേറ്റർ ഉണ്ട്, അയാളെ പറ്റിയിട്ട് ഇപ്പോൾ പറഞ്ഞെങ്കിൽ എന്തായാലും അറിയും. അങ്ങനെ അയാൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇയാളെ വന്നിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ അമ്പലത്തിന് പറ്റി വീഡിയോ എടുക്കുമ്പോഴേക്ക് ഇയാൾ അത് കണ്ടേ ഈ അമ്പലത്തിൻ്റെ ആൾക്കാരുണ്ടല്ലോ അവർ വന്നിട്ട് പറഞ്ഞു പോലും നിങ്ങൾക്ക് എന്തിനു പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ കുറേ ചീത്ത പറഞ്ഞു. അതുകൊണ്ട് അവർ പറഞ്ഞു ഞാൻ എന്തിനാണ് വെറുതെ എല്ലാവരും വായിന്നുള്ളത് കേൾക്കുന്നത്, ഞാൻ അറിയുന്നത് ഇവിടെ വന്നവർക്ക് ഇങ്ങനെ കേട്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നുണ്ടെങ്കിൽ അതിനുകൊണ്ട് അവർക്ക് വന്ന് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾക്ക് കുറേ ചീത്ത എല്ലാം കൊണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നിൽക്കാറില്ല എന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കാൻ വന്നതെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതായത് ഞാൻ എല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഞാൻ ഇതുകൊണ്ട് സ്വന്തമായിട്ട് ഇട്ട്. ഇപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പറഞ്ഞാൽ അവർ വീഡിയോയിലില്ല. അപ്പോൾ ആര് പറഞ്ഞു തന്നെയാണ് അവട്ട് എന്തു ബാക്കിയുള്ളവർക്ക് നോക്കാൻ അവർക്ക് മനസ്സിലാവണമെന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആ വയസ്സായുള്ള വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാത്തത്. ഇല്ലെങ്കിൽ ഞാൻ അവരോട് തന്നെ പറയിപ്പിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടേനെ. അതുകൊണ്ട് അവരൊന്നും കാണിക്കുന്നില്ല, ബാക്കി നിങ്ങളെ കണ്ടു നോക്കാം. നമ്മളങ്ങനെ അമ്പലത്തിനടുത്തിയിട്ട് ഒരു ഏജ് ആയ ഒരാളുണ്ടായിരുന്നു. അവരോടൊക്കെ കേട്ടിട്ട് ഇതിനെ പറ്റിയിട്ട് കുറച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, വെറുതെ ചെയ്യുന്നൊന്നുമല്ല. പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു അടുത്ത പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ അടുത്തിലൊക്കെ ചോദിച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത്, അറിയാത്തൊന്നും പറഞ്ഞോടല്ലോ. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ അമ്പലത്തിൻ്റെ പരിസരം. ഇങ്ങനെ ഫുള്ള് കാടാണ് ഇവിടെ. ഈ കാട് ഇതാണ് അമ്പലം ഇവിടെ കാണുന്നത്. ഇതെല്ലാം പൊളിഞ്ഞ് വീണിട്ട് അങ്ങെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവാം. പിന്നെ ഈ കല്ലുണ്ടല്ലോ, ഈ കല്ലൊന്ന് നോക്കി വെക്കാം. ഇത് ഞാൻ പറയാം എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ. ഓക്കെ. ഇതാണ് അമ്പലം. എതിർ കാണുന്നത് ഇത് കാണുന്നുണ്ടല്ലോ ഓടൊക്കെ ആയിട്ട്. ഇത് നമസ്കാരം മണ്ഡപം എന്നാണ് അവർ പറഞ്ഞാൽ ഉള്ളിൽ പൂജ കഴിഞ്ഞിട്ട് വീട് ഇരുന്നിട്ടായിരുന്നു ഒരു തീർത്ഥപ്രസാദമെല്ലാം കൊണ്ടിരുന്നത് മുമ്പ്. പിന്നെ ഇത് ദേവന് വേണ്ടിയിട്ട് നൈവേദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല കാണാനൊക്കെ നല്ല പാങ്ങുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞിട്ടല്ല പോയെന്നല്ല പറഞ്ഞ്. എനിക്ക് വാട കാണുന്നത് ഗണപതിയുടെ ഗുഡിയാണത്. അവിടെ കരി ഗണപതി ഉള്ളത് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നല്ലൊരു ഇതാണ്, കാണാനൊരു ഭയങ്കര ഒരു പാങ്ങില്ലൊരു ഇതാണ്. അതിന് മുമ്പ് ഞാൻ അങ്ങനത്തെ ഒരു വിഗ്രഹം കണ്ടിട്ടുണ്ടായിട്ടായിരിക്കും. അങ്ങനെ പറഞ്ഞ് കുറേ പോയിനോ ഇല്ല എന്ന് പോയിട്ടുണ്ടെന്ന് പറയുന്നൊന്നുമല്ല. അത്ര ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോൾ അമ്പലത്തിന് ഈ ഭാഗം വരുമ്പോൾ എല്ലാവരും പറയുന്നത് അങ്ങനെ പോകുന്നത് അപ്പുറത്തെ കൊണ്ടേന്ന്. അതിന് ഞാൻ ഒരു പ്രാവശ്യം തോന്നിയിട്ടല്ലോ തിരിഞ്ഞിട്ട് പോയാന്ന് ഇടുന്നു. ഇത് കിണർ എടുത്ത അമ്പലത്തിൻ്റെ. ഈ കിണറെന്ന് പറഞ്ഞെങ്കിൽ മുമ്പ് പണ്ടത്തെ കിണറിന് ഓപ്പനാക്കി ഒന്നും പോകുന്നില്ല, ഇടിയുന്നുണ്ടെന്നല്ല പറഞ്ഞുകൊണ്ട് അയാൾ. ഇതാണ് അമ്പലം. എന്തായെന്ന് പറഞ്ഞെങ്കിൽ ഏട്ടനും ഞാനും കലമ്പിറ്റാണ് ഈ അമ്പലം ഇങ്ങനൊരു ഇതിനെത്തിയത്. സിബ്ലിങ്സൊക്കെ അങ്ങും ഇങ്ങും കലമ്പിയിട്ട് പെങ്ങന്മാരെല്ലാം ഉണ്ട്. അപ്പോൾ ചാകരെന്തോ പ്രശ്നത്തിലാണ് കലമ്പിനെ. ഇപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും ഫുള്ള് പൊളിഞ്ഞിട്ടെല്ലാം ഉണ്ട്. ഒരു പ്രാവശ്യം പൊളിഞ്ഞിട്ട് വാട പൊടിയില്ല സാധനം മുകളിൽ എന്ന് പറയും നമ്മൾ. മുകളിൽ എല്ലാം താഴെ വീണിട്ടുണ്ടായി. എന്നിട്ട് ഒരിക്കലിനെല്ലാം കെട്ടിയിട്ട് ബ്രഹ്മകലശെല്ലാം ആക്കിനിട എല്ലാം പറയുന്നുണ്ട്. പിന്നെ ദിവസത്തിൽ ഒരേ ഒരു തവണയാണ് ഇവിടെ പൂജ ഉള്ളത്. ഒരു തവണ പൂജ എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ പട്ടർക്ക് എപ്പോൾ മനസ്സാണ് അപ്പം അയാൾ വന്നിട്ട് പൂജ ആക്കുന്നതാണ്. ഇവിടെ തെളിങ്ങ കാണാൻ പറ്റും. കണ്ട പൂജ ആക്കണം. അത് രാവിലെ രാത്രി. പിന്നെ ഇതിൻ്റെ അകത്തില്ല ശിവലിംഗം, അത് കുറച്ച് വലുതാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് കുറച്ച് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, കുറച്ച് ചെറുതായിരുന്നു. ഒരു 10 വർഷം പൂജ ഇല്ലാണ്ടായി കേസ് ഉണ്ടാകുമ്പോൾ. ആ 10 വർഷത്തിൽ ശിവലിംഗത്തിന് വെള്ളമൊന്നും വീണില്ല. വെള്ളം വീണുകൊണ്ട് ഉണ്ടായിട്ട. അപ്പോൾ വെള്ളം വീഴാതിരിക്കുമ്പോൾ ശിവലിംഗം ഓട്ടോമാറ്റിക്കായിട്ട് വലുതാവും എന്നാണ് അവർ പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ, അവർ പറഞ്ഞതിന് മാത്രം ഞാൻ പറയുന്നില്ലു. അങ്ങനെ പിന്നെ ശിവലിംഗം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് അതിൻ്റെ അത്രയ്ക്ക് അത് ശിവലിംഗം വലുതായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ അത് കണ്ടോ, അത് ഉള്ളിൽ നിന്ന് ശിവലിംഗത്തിന് ഇടുന്ന വെള്ളവും പാലൊക്കെ അതിലൊടിച്ചാണ് വരുന്നത്. പണ്ട് പാലഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വെള്ളം മാത്രം, ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് വരുമ്പോഴേക്ക് ആദ്യം തന്നെ കാണിച്ചൊരു ദമ്പ ഉണ്ടായിരുന്നല്ലോ, കല്ല് പോലത്തെ, അതായത് ഈ പോലത്തെ ഒരു സാധനം, അത് ഇടുത്ത പറഞ്ഞാൽ അത് അതിൽ നിന്ന് വെള്ളം അതിലോടിയിട്ട്, അതായത്
ഉള്ളിലത്തെ അത് കാണുന്ന അതിൽ കുടിച്ച വെള്ളം വന്നിട്ട് അതിന് വന്നിട്ട് നെക്സ്റ്റിന് വന്നിട്ട് അതിലിങ്ങനെ വന്നിട്ട് ഈ ശിവലിംഗത്തിൻ്റെ ഇവിടെ ഇത് കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ മീത്ത വീണ്ടതാണ് അത് ഡയറക്റ്റ് വന്നിട്ട് അവരങ്ങനെയാണെന്ന് പറഞ്ഞു. ഉള്ളിലാക്കുന്ന ഇത് പാലാഭിഷേകമായാലും നീറാഭിഷേകമായാലും അതൊക്കെ അതിൻ്റെ കൂടെ നേരെ വന്നിട്ട് ഇവിടെ വീണുകൊണ്ടുണ്ടായിരുന്നു. അതിൻ്റെ തമ്പയാണ് ഇപ്പോൾ ആടെ ഉള്ളത്, പുറത്ത് ഇല്ലത് പറഞ്ഞാൽ. ഇപ്പോൾ അത് വന്നിട്ട് ആടെ വീഴുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വന്നുകൊണ്ടില്ല ഉള്ളിലാക്കുന്ന അഭിഷേകത്തിൻ്റെ. അതായത് ഇപ്പോൾ വെള്ളം കൊണ്ട് മാത്രമേ അഭിഷേകം ഇല്ലൂ. ഇല്ലെങ്കിൽ അത് ഈടെ വീണുണ്ടായത് ഈടേണ്ട തമ്പ അവിടെ പുറത്തുണ്ട്, അതെങ്ങനെ എത്തിയെന്ന് പോലും അറിയില്ലാന്ന് ഒരു പറഞ്ഞു. ഇപ്പോൾ അത് വീണുകൊണ്ടൊന്നും ഇല്ല. അങ്ങനെ പിന്നെ ഇതാണ് ഇതിൻ്റെ ബാക്കിലത്തെ എല്ലാ ഭാഗം. ഗണപതിയുടെ അമ്പലം കണ്ടെങ്കിൽ കൂടി കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ആയിട്ടുണ്ടെന്ന്. ഫുള്ള് പോയിട്ടുണ്ട്. ഇതാണ് നമ്മളെ നാട്ടിലുള്ള ഒരു ജീർണോദ്ധരം എല്ലാം അവന് ബാക്കിയുള്ളൊരു അമ്പലം. അല്ലെങ്കിൽ ജീർണോദ്ധരം മീൻസ് ഈ മറ്റേ എല്ലാം ശരിയായിട്ടൊന്ന് കൂടിയാവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളൊരു അമ്പലം. ഇത് വലിക്കല്ല്. പിന്നെ ഇതിൽ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി നമസ്കാരം മണ്ഡപം എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം നന്ദി മണ്ഡപം ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നന്ദി എടുത്ത് ഇതൊന്നുമില്ല, അവിടെ പ്രസവം എടുക്കുന്നുണ്ട്, നന്ദി മണ്ഡപം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിയുമില്ല അങ്ങനെ. അപ്പോൾ വേണ്ടവർ കണ്ടിട്ട് സ്ഥലമൊക്കെ നല്ലതാണ്. ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു നല്ല സമാധാനം ഇങ്ങനത്തെ എല്ലാം കിട്ടും. അത് ഇവിടുത്തെ ആംബിയൻസ് അങ്ങനെയുണ്ട്, ചുറ്റും കാടൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഒരിതുണ്ട്. ഇവിടെ ചുറ്റും കോമ്പൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു പഴയ വീടുണ്ടായിരുന്നു പോലും അപ്പുറത്ത്, അത് കുറച്ചപ്പുറം പോകണം. അപ്പോൾ ആടെ എങ്ങനെ അതും ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടല്ലോ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൈം കഴിഞ്ഞിട്ട് ഇന്നൊരു പ്രാവശ്യം ഇന്നൊരു ദിവസം നമ്മൾ ആടെ പോയിട്ട് ആടെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കറിയുന്നത്, ഞാൻ ഈ അമ്പലത്തിനെ പറ്റി അറിയുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിനായിട്ട് കൂടുതലൊന്നും എനിക്കറിയില്ല. അത് എൻ്റെ സ്വന്തം ഒന്നുമല്ല, അവർ വന്നിട്ട് എന്നോട് പറഞ്ഞതാണ്. ആ വയസ്സായ ആൾ എന്നോട് എനിക്ക് പറഞ്ഞു തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്വന്തമായിട്ട് കയ്യിൽ നിന്നൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അത്രയും ബൈ.